കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകും എന്ന് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നു. ഇവർക്ക് മുമ്പ് ആ സ്ഥാനത്തിരുന്നത് കെ ശൈലജയാണ്. ഈ കെ ശൈലജയെയും വീണ ജോർജിനെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഏറ്റവും മോശം ആരോഗ്യമന്ത്രി അതിനേക്കാൾ ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ്. മാധ്യമപ്രവർത്തകർ ഏത് മേഖലയിൽ കടന്നു ചെന്നാലും അവിടെ വലിയ വിജയം കൊയ്യുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഏത് മേഖല പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയെല്ലാം ഉന്നതങ്ങളിലേക്ക് എത്തുവാനും തങ്ങളുടെ കഴിവ് തെളിയിക്കാനും അവർ വലിയ ശ്രമം നടത്തുകയും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യുന്നതാണ് നാം കണ്ടത്. പക്ഷേ ആ ചരിത്രവും ഈ വീണ ജോർജ് മാറി എഴുതിയിട്ടുണ്ട് അല്ലേ. മാധ്യമ മേഖലയിൽ പ്രധാന ഒരു മുഖമായി നിന്ന് പിന്നീട് ഇത്രയും മോശപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയായി മാറാനുള്ള ഒരു പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എന്തായാലും വീണ ജോർജ് തന്നെയാണ്. പിന്നീട് ഇന്ത്യ വിഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു നേതാവ് കൂടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരാനുള്ള പാതയിലാണ്. അത് നികേഷ് കുമാറാണ്. അദ്ദേഹം അന്ന് കിണറിലിറങ്ങി കിണറിന് ഉള്ളിൽ ഇറങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം വിജയിപ്പിച്ച് വിട്ടാൽ ഇനി നിയമസഭയിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെല്ലാം കിണറ്റിലിറങ്ങാൻ അവസരം കൊടുക്കാതെ തന്നെ അവിടെ വെച്ച് തന്നെ അവർ പരാജയപ്പെടുത്തി വിടുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ 2016 മുതൽ 2021 വരെയുള്ള പിണറായി സർക്കാരിൻ്റെ ആ കാലം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു മേഖലയാണ് അത് ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അല്ലെ പൊതുമരാമത്ത് വകുപ്പ് അതായിരുന്നു. പിന്നീട് ജനങ്ങൾക്കിടയിൽ ചർച്ചയായ ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. നാം എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചാലും കോവിഡ് കാലത്തെല്ലാം വലിയ രീതിയിൽ അവർക്ക് ജനകീയമായ ഒരു മുഖമുണ്ടാക്കിയെടുക്കാൻ ശൈലജ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ ഇടതുപക്ഷ വിരുദ്ധരായാലും വലിയ വിമർശനങ്ങളാണ് ശൈലജ ടീച്ചറിനെതിരെ ഉന്നയിക്കുന്നത്. പക്ഷെ ജനങ്ങൾ അതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം അവർ അവിടെ നേടിയിട്ടുണ്ട്. പിണറായിയേക്കാൾ ഭൂരിപക്ഷം ഇവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉയർന്നു വന്ന ചർച്ചയാണ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പേരും ശൈലജ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ പൂർണ്ണമായി ഒതുക്കി വീണ ജോർജിനെ കൊണ്ടുവരുന്നത്. വീണ ജോർജിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? അവർ ഈ CPM-നെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ആശയത്തെക്കുറിച്ചും ആദ്യമായി മനസ്സിലാക്കുന്നത് തന്നെ ചിലപ്പോൾ MLA ആയതിനു ശേഷമായിരിക്കും. ചിലപ്പോൾ കാറൽ മാർക്സിന്റെ മൂലധനം ഉൾപ്പെടെയുള്ളത് വായിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ വായിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു പാർട്ടിയുമായി ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇടതുപക്ഷവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, അനുഭാവമുണ്ടായിരുന്നു. അതൊരിക്കലും പാർട്ടി അംഗമാകാനുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ SFIയിലൂടെ DYFIയിലെത്തി അവിടെ നിന്ന് വളർന്ന് CPM-ലേക്ക് എത്തുന്ന അങ്ങനെ ഒരു മാർഗത്തിലല്ല വീണ കടന്നു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം നമുക്ക് ആ മണ്ഡലം തന്നെ പരിശോധിച്ചാൽ, ഇപ്പോൾ വീണ മത്സരിച്ച മണ്ഡലം തന്നെ പരിശോധിച്ചാൽ അറിയാം, അവിടെ കൃത്യമായി കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ BJP കടന്നു വരുന്നുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഈ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ അവിടെ ഒരു മതവിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ മത്സരിപ്പിക്കുന്നു. അവിടെ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാൻ കഴിയുന്നു. ആ അട്ടിമറി വിജയത്തിന് ശേഷം വീണ്ടും മത്സരിച്ച് അവിടെ ജയിച്ചപ്പോൾ അവർ ആരോഗ്യമന്ത്രിയായി വന്നപ്പോൾ കേരളം തന്നെ ഞെട്ടുകയാണ്. കേരളം ഞെട്ടിയ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി വന്നതും ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് വന്നതും. പക്ഷേ ശിവൻകുട്ടി ഒരു പരിധിവരെ അത് തന്റെ ജനങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പം തൊട്ട് SFI മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. SFI, DYFI എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരത്ത് മേയറായിരുന്നു അദ്ദേഹം. പിന്നീട് MLA ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടല്ലോ ജനങ്ങൾക്ക്. ആ ധാരണ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഇദ്ദേഹത്തിനെതിരെയുള്ള ട്രോളുകളായിരുന്നു. പക്ഷെ അവിടെ നിന്നും കരകയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരിധി നോക്കിയാൽ പല പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നാം പല വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഈ മലബാറിലെ നേതാക്കൾക്കാണല്ലോ ഇപ്പോൾ CPM-ൽ സ്വാധീനം. അതുകൊണ്ടാണ് അദ്ദേഹം ചില ഘട്ടങ്ങളിൽ പിന്നോട്ട് പോകുന്നതും നാം കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, അദ്ദേഹത്തെ നയിക്കുന്ന പിണറായി വിജയൻ നട്ടലില്ലാത്തതിന്റെ പ്രശ്നമാണ്.
അതെ, അതുകൊണ്ടാണ് അത്തരം ചില നീക്കങ്ങളിലൂടെ അദ്ദേഹം നടപ്പിലാക്കുന്ന പല തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനവും എടുക്കാനുള്ള കഴിവുള്ള ഒരു നേതാവായി മാറാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. നാം തുടക്കം എന്താണ് പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിസന്ധിയിൽ പോലും ഈ വീണ ജോർജിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. നാം എന്തെല്ലാം പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കിയാലും വീണ ജോർജിൻ്റെ സാന്നിധ്യമുണ്ട് ആരോഗ്യ മേഖലയിലെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മറ്റൊരു സംഭവമാണ്, പല കെട്ടിടങ്ങളും നിർമ്മിച്ച് വച്ചിട്ടുണ്ട്, പക്ഷേ വീണ ജോർജിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഉദ്ഘാടനം നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും വിളിക്കുമ്പോൾ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും വിളിക്കുമ്പോൾ ഈ സ്ത്രീ അവരുടെ സാന്നിധ്യമില്ല. ഇവരുടെ വിചാരം എന്താണ്? ഇവർ വേറെ ഇപ്പോഴും മാധ്യമപ്രവർത്തകയായി ഇരിക്കുകയാണെന്നായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീയുടെ വിചാരം. അവർ ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്. പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ട ചുമതല ഇവർക്കാണ്. അതവർ തിരിച്ചറിയുന്നില്ല. അല്ല, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിൻ്റെ വിഷയം എടുക്കാം. ഈ ഉദ്ഘാടനം എന്തുകൊണ്ട് സമയത്തിന് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇനി 8 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഈ 8 മാസം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ ഒരു പക്ഷേ ഒരു 6-7 മാസം കഴിയുമ്പോൾ ജനം അതൊക്കെ മറന്നു പോകണമെങ്കിലും, അപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഉദ്ഘാടനം ചെയ്താൽ അത് പറഞ്ഞ് അവിടെ 10 വോട്ട് കൂടുതൽ പിടിക്കാം. എന്ത് വോട്ട്? മനുഷ്യന് ജീവൻ ഉണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ കണക്കൂട്ടൽ, അതായത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരെ ഈ സർക്കാരിനെ മുഴുവനും വാഴ്ത്തി പാടുന്നത് ഒരു PR കമ്പനിയാണ്. അങ്ങനെ നിരവധി PR കമ്പനികൾ ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ PR കമ്പനികളാണ് ഇങ്ങനെ മെഴുകുന്നത് ഇവരെ. അപ്പോൾ അവർക്ക് മെഴുകാൻ പുതിയൊരു ഇത് കൂടെ കിട്ടി. കോട്ടയത്ത് 8 നില ബ്ലോക്ക് മെഡിക്കൽ കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് എന്നും പറഞ്ഞ് അതൊരു വലിയ പ്രചാരണം നടത്താം. ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് ആ അത്യാഗ്രഹം അവരെ കൊണ്ടെത്തിച്ചത് ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്കാണ്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ വീണ ജോർജ് എത്തുമ്പോൾ യുവ റാണി ഈ പല രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നൽകുന്ന സ്വീകരണമാണ് പല ആശുപത്രികളിലും നൽകുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ പ്രതിസന്ധിയാകുന്നുണ്ട്. കാരണം ഇവിടെ പടക്കം പൊട്ടിക്കൽ, ചെണ്ടമേളം, യുവ റാണി എഴുന്നള്ളുകയാണ്. പാവപ്പെട്ട ഈ അവിടെ രാവിലെ മുതൽ വന്നിരിക്കുന്ന രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്ന ഘട്ടം പലതവണ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വയനാട്ടിൽ ഉൾപ്പെടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വയനാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു സർക്കാരിന് ഇത്തരം ധൂർത്തും ആഡംബരം ഒന്നും പാടില്ലാത്തതാണ്. വാസ്തവത്തിൽ കേരളത്തിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ വീണ ജോർജിനെ പോലുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ധൂർത്തും ആഡംബരവും ഒക്കെ നടത്തി PR കമ്പനി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒട്ടും തന്നെ നല്ലതല്ല. അങ്ങേയറ്റം നമ്മൾ എന്താ പറയുക, ഒരു ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഈ പുറംപൂച്ച് കാണിച്ച് മേക്കപ്പൊക്കെ ഇട്ട് അതിനെ വെള്ളപൂശുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണ ജോർജിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിലെ ഏറ്റവും മോശം മന്ത്രിയാണ്. വീണ്ടും പിണറായി സർക്കാർ ഒരു 3ാം പിണറായി സർക്കാർ സ്വപ്നം കാണുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വീണ ജോർജിൻ്റെ രാജി എഴുതി വാങ്ങിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. അതിന് മാതൃകയാക്കേണ്ടത് അവർ എന്തായാലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ BJP അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും നടപ്പിലാക്കുന്ന ഒരു അടവുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റി മന്ത്രിമാരെ മാറ്റി പുതിയ ഒരു മുഖത്തെ കൊണ്ടുവന്ന് വീണ്ടും അധികാരത്തിൽ വരുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി കിട്ടിയപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുത്തു. AK ആൻ്റണിയെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. പകരം ഉമ്മൻചാണ്ടി ഇവിടെ മന്ത്രിയായി. AK ആൻ്റണിയുടെ ടീമിലുണ്ടായിരുന്നവരെല്ലാം ഏതാണ്ട് രാജിവെച്ചു. പകരം ഉമ്മൻചാണ്ടി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ പലരും മന്ത്രിമാരായി, പലരും നല്ല രീതിയിൽ ആ 2 കൊല്ലം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. പക്ഷേ 2006 VSൻ്റെ തേരോട്ടമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല.